Good afternoon all. In this section we are going to discuss about steric effect. Steric effect means നമുക്കറിയാം ഒരു മോളിക്യൂളിലെ ഗ്രൂപ്പ്സ് എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു അല്ലേ, സ്പേസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെ നമ്മൾ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ ഈ മോളിക്യൂൾസിലുള്ള ആറ്റംസ് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന പാറ്റേൺ കൊണ്ട് തന്നെ ദാറ്റ് ഡിറ്റർമിൻസ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ മോളിക്യൂൾ. That means the spatial arrangement influences on the stability, properties and reaction rate. That is, the spatial arrangement of atoms in a molecule determines the stability of the molecule, properties of the molecules and reaction rate of the particular molecule. And this influence is termed as steric effect. അതായത് ഒരു മോളിക്യൂളിലുള്ള ആറ്റംസ് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും അതിൻ്റെ പ്രോപ്പർട്ടീസ്, സ്റ്റെബിലിറ്റി, റിയാക്ഷൻ എങ്ങനെയൊക്കെ റിയാക്ഷൻ റേറ്റിൽ അതിലുള്ള എങ്ങനെ അതിനെ സ്വാധീനിക്കുന്നു എന്നൊക്കെ ഉള്ളത്. സോ ആ ഇൻഫ്ലുവൻസിനെ പറയുന്ന പേരാണ് സ്റ്റെറിക് എഫക്റ്റ്. സോ സ്റ്റെറിക് എഫക്റ്റ് ഡീൽസ് വിത്ത് ദി ഇൻഫ്ലുവൻസ് ഓഫ് spatial arrangement of molecules upon their stability, properties and reaction rate. What is steric effect? It refers to the influence of spatial arrangement of atoms in a molecules upon their stability, properties and reaction rate. സ്പേസിൽ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ദാറ്റ് ഡിറ്റർമിൻസ് ദ സ്റ്റെബിലിറ്റി, പ്രോപ്പർട്ടീസ് ആൻഡ് റിയാക്ഷൻ റേറ്റ്, ആൻഡ് ദാറ്റ് എഫക്റ്റ് ഇസ് ടേംഡ് ആസ് സ്റ്റെറിക് എഫക്റ്റ്. സ്റ്റെറിക് എഫക്റ്റ് ഡീൽസ് വിത്ത് ദി ഇൻഫ്ലുവൻസ് ഓഫ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് upon the stability, properties and reaction rate of the molecule. That is termed as steric effect. While dealing with this steric effect, we have to understand steric attraction and steric hindrance. സ്റ്റെറിക് എഫക്റ്റ് മനസ്സിലായില്ലേ, എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് രണ്ട് തരത്തിൽ പറയാം, സ്റ്റെറിക് അട്രാക്ഷനും സ്റ്റെറിക് ഹിൻഡ്രൻസും. സ്റ്റെറിക് അട്രാക്ഷൻ മീൻസ് മോളിക്യൂൾസിലുള്ള ചില ഗ്രൂപ്പുകൾ അടുത്തടുത്ത് വരികയാണെങ്കിൽ, അതായത് അവർ സ്പേസിൽ അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ ചില അട്രാക്റ്റീവ് ഫോഴ്സ് അവിടെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ ബോണ്ടിങ് എക്സെട്ര. സോ ദാറ്റ് വിൽ ഗീവ് സ്റ്റെബിലിറ്റി ടു ദ മോളിക്യൂൾ. അങ്ങനെ ഒരു സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് കാരണം ഹൈഡ്രജൻ ബോണ്ടിങ്ങിന് പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ഈഡ് സ്റ്റെബിലിറ്റി ടു ദ മോളിക്യൂൾ ആൻഡ് ദാറ്റ് വിൽ ഇൻഫ്ലുവൻസ് ദ റിയാക്ഷൻ റേറ്റ് ഓൾസോ. സോ സച്ച് തിങ്സ് ആർ ടേംഡ് ആസ് സ്റ്റെറിക് അട്രാക്ഷൻ. മോളിക്യൂൾസ് അറേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ ദാറ്റ് ഈസ് ടേംഡ് ആസ് സ്റ്റെറിക് അട്രാക്ഷൻ. നൗ വി വാണ്ട് ടു ചെക്ക് സ്റ്റെറിക് ഹിൻഡ്രൻസ്. സ്റ്റെറിക് ഹിൻഡ്രൻസ് മീൻസ് ക്രൗഡിങ്. ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് ക്രൗഡിങ് മീൻസ് ഇപ്പോൾ നോക്കൂ, ബൾക്കി ഗ്രൂപ്പായിട്ടുള്ള ഇപ്പോൾ ഒരു CH3 ഗ്രൂപ്പൊക്കെ വരികയാണ് വിചാരിച്ചുള്ള അടുത്തടുത്ത് ബൾക്കി ഗ്രൂപ്പ്സൊക്കെ അടുത്ത് വരുമ്പോൾ നമുക്കറിയാം ദിസ് ആറ്റംസ് കണ്ടെയ്ൻസ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ രണ്ട് ഗ്രൂപ്പ് അടുത്തടുത്ത് വരുമ്പോൾ ദർ ഒക്കേഴ്സ് റിപ്പൾഷൻ. സോ ഇഫ് ദർ ഈസ് ബൾക്കി ഗ്രൂപ്പ്സ് ദർ ഒക്കേഴ്സ് റിപ്പൾഷൻ. അങ്ങനെ ആ റിപ്പൾഷൻ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റെറിക് ഹിൻഡ്രൻസ്. അതായത് മോളിക്യൂൾസ് അറേഞ്ച് ചെയ്തിട്ടൊരു അട്രാക്റ്റീവ് ഇൻട്രാക്ഷനാണ് ഉണ്ടതെങ്കിൽ അതിനെ സ്റ്റെറിക് അട്രാക്ഷൻ എന്ന് പറയും. സ്റ്റെറിക് ഹിൻഡ്രൻസ് എന്ന് പറയുന്നത് ക്രൗഡിംഗ് ആണ്. ബൾക്കി ഗ്രൂപ്പ്സ് അടുത്തടുത്ത് വരുമ്പോൾ ദർ ഒക്കേഴ്സ് റിപ്പൾഷൻ, ദാറ്റ് ഈസ് ടേംഡ് ആസ് ക്രൗഡിങ്. അപ്പോൾ അങ്ങനെ റിപ്പൾഷൻ ഉണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി കുറയും, ഇത് മോളിക്യൂളിൻ്റെ സ്റ്റെബിലിറ്റി കുറയും. അതുപോലെ തന്നെ നമുക്കറിയാം ഒരു റിയേജൻറ്റ് ഈ സബ്സ്ട്രേറ്റിൽ വന്ന് അറ്റാക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് റിയാക്ഷൻ നടക്കുന്നത് അല്ലേ. സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മോളിക്യൂള്, റിയേജൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു ബൾക്കി ഗ്രൂപ്പൊക്കെ ഉള്ളൊരു സബ്സ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് റിയേജൻറ്റ് വരാൻ ബുദ്ധിമുട്ടായിരിക്കും ബിക്കോസ് ഓഫ് ദിസ് ക്രൗഡിങ്. സോ ദാറ്റ് വിൽ എഫക്റ്റ് ദി റിയാക്ഷൻ റേറ്റ് ഓൾസോ. So the steric hindrance may leads to instability, that is stability will decrease and the reaction, it will affect the reaction rate also. അതായത് ബൾക്കി ഗ്രൂപ്പൊക്കെ ഈ മോളിക്യൂളിൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു റിയേജൻറ്റിന് അതിനെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. അതിനെയാണ് നമ്മൾ പറയുന്നത് സ്റ്റെറിക് ഹിൻഡ്രൻസ് ഓർ സ്റ്റെറിക്, ദാറ്റ് ഈസ് ക്രൗഡിങ് എന്ന് പറയുന്നത്. Now we can learn the effect of this steric effect on some molecule by taking some examples. So നമുക്കറിയാം steric effect will influence the stability, then
പ്രോപ്പർട്ടീസ് ദെൻ റിയാക്ടിവിറ്റി. സോ നമുക്ക് സ്റ്റെറിക് എഫക്റ്റ് എങ്ങനെ സ്റ്റെബിലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന മോളിക്യൂൾ ഇതാണ്. ഇതെന്താണ്? CH3 CH ഡബിൾ ബോണ്ട് CH3 അല്ലേ? CH3 CH ഡബിൾ ബോണ്ട് CH3. അപ്പോൾ എന്താ പേര് പറയൂ? 1 2 3 4 ബ്യൂട്ടീനാണ് സെക്കൻഡ് പൊസിഷനിൽ ഡബിൾ. സോ ബ്യൂട്ട്-2-ene. എന്താ? ബ്യൂട്ട്-2-ene ആണ് ഈ മോളിക്യൂൾ. അപ്പോൾ അത് സ്പേസിൽ അറേഞ്ച് ചെയ്യുന്ന രണ്ട് തരത്തിൽ അതിനെ അറേഞ്ച് ചെയ്യാം. നോക്കൂ, ഇത് C ഡബിൾ ബോണ്ടഡ് കാർബൺ ആണ് അല്ലേ? And we have these groups, CH3 group, and here also CH3 group. Here the bulky CH3 groups are on same side. നോക്കൂ, ഒരേ സൈഡിലാണ് ഇത് നിൽക്കുന്നത്. അങ്ങനെ സെയിം സൈഡിൽ നിൽക്കുന്നതിനെ നമ്മൾ ജോമെട്രിക്കൽ, ഡബിൾ ബോണ്ട് കാരണം സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഉണ്ട്, അവരെ നമ്മൾ ജോമെട്രിക്കൽ ഐസോമേഴ്സ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടും ഒരേ സൈഡിൽ നിൽക്കുന്നത് കൊണ്ട് അതിനെ സിസ് എന്നാണ് പറയുക. If the bulky groups are on same side, it is termed as cis. അപ്പോൾ cis bute-2-ene എന്ന് പറയും. If the bulky groups are on opposite side, it is termed as trans. So cis bute-2-ene and trans bute-2-ene are geometrical isomers. അപ്പോൾ geometrical isomerism നിങ്ങൾ ഇനി പഠിക്കും സ്റ്റീരിയോ കെമിസ്ട്രിയിൽ. geometrical isomerismത്തിലുള്ള കോമ്പൗണ്ട്സ് ആണ് cis bute-2-eneും ട്രാൻസ് bute-2-eneും. അതായത് ഇത് ബ്യൂട്ട്-2-ene ആണ്. അത് രണ്ട് തരത്തിൽ അതിന് അറേഞ്ച് ചെയ്യാൻ പറ്റും, സിസ് പൊസിഷനിലും ട്രാൻസ് പൊസിഷനിലും. ഇനി നോക്കൂ, ഈ സിസ് ബ്യൂട്ട്-2-ene നമ്മൾ നോക്കുമ്പോൾ ദാറ്റ് ഹിയർ ദർ ആർ ബൾക്കി മീത്തൈൽ ഗ്രൂപ്പ്സ് ആർ ഓൺ സെയിം സൈഡ്. നോക്കൂ, ഇവിടെ ഒരു ഇലക്ട്രോൺ ക്ലൗഡ് CH3 പറഞ്ഞാൽ ഇങ്ങനെയാണല്ലേ എച്ച് നിൽക്കുന്നത്, ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. സോ ഇലക്ട്രോൺ റിപ്പൾഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊരു ഭയങ്കര ഒരു ക്രൗഡിങ് എഫക്റ്റ് ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഹിയർ ദ ബൾക്കി ഗ്രൂപ്പ്സ് ആർ ഓൺ ഓപ്പോസിറ്റ് സൈഡ്, രണ്ട് ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പോൾ ഇവിടെ ക്രൗഡിങ് വരുന്നുണ്ട്, ഇവിടെ അത്ര ക്രൗഡിങ് വരുന്നില്ല. അപ്പോൾ ആരായിരിക്കും കൂടുതൽ സ്റ്റേബിൾ? ട്രാൻസ് ആയിരിക്കും അല്ലേ കൂടുതൽ സ്റ്റേബിൾ. സോ ട്രാൻസ് bute-2-ene is more stable than cis bute-2-ene. Why? In cis bute-2-ene, the bulky methyl groups are on same side. So there is steric hindrance or crowding. അതുകൊണ്ട് തന്നെ it is less stable when compared to trans. Here the bulky methyl groups are on opposite side. അങ്ങനെ നമുക്ക് സ്റ്റെബിലിറ്റി പറയാം. സോ സ്റ്റെറിക് എഫക്റ്റ് ഡിറ്റർമിൻസ് ദി സ്റ്റെബിലിറ്റി. ഇത് എപ്പോഴും ചോദിക്കാം. cis bute-2-ene, trans bute-2-ene, which is more stable. Next we can check another molecule, butane. Butane എന്താ കുട്ടികളെ? CH3 CH2 CH2 CH3 അല്ലേ? ഈ മോളിക്യൂളിനെ ബ്യൂട്ടൈനെ നമുക്കിങ്ങനെ ഒരു സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് വഴി വരയ്ക്കുമ്പോൾ ഒന്ന് രണ്ട് തരത്തിൽ നമുക്ക് വരയ്ക്കാം. ഇതിന് ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുല എന്നാണ് പറയുക. ദെൻ ഒരു സോഹോഴ്സ് പ്രൊജക്ഷൻ ഉണ്ട്, നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടാവും. സോഹോഴ്സ്, ഇത് സോഹോഴ്സ്, ഇത് ന്യൂമാൻ. അതായത് ഒരു മോളിക്യൂളിന് കൺഫർമേഷൻസ് പോസിബിൾ ആണെങ്കിൽ, കൺഫർമേഷൻസ് എന്ന് പറഞ്ഞു വെച്ചാൽ ദാറ്റ് ഇസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് എറൈസസ് ഡ്യൂ ടു ഫ്രീ റൊട്ടേഷൻ എബൌട്ട് സിംഗിൾ ബോണ്ട്. ഒരു മോളിക്യൂൾ ഒരു CC എന്നുള്ള സിംഗിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതായത് മോളിക്യൂൾസിന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഡബിൾ ബോണ്ട് ആണെങ്കിൽ ആ ഫ്രീ റൊട്ടേഷൻ പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ഇതിനൊരു ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ്, cis bute-2-ene എക്സിസ്റ്റൻസ് ഉണ്ട് പറഞ്ഞു വെച്ചാൽ ഇത് സ്റ്റേബിൾ ആണ്, ഇതും സ്റ്റേബിൾ ആണ്. ഇതിനും കമ്പയർ ചെയ്യുമ്പോൾ ഇത് സ്റ്റേബിളാണ്. അതായത് നമുക്കതിനെ വേർതിരിച്ച് എടുക്കാൻ പറ്റും, സിസിനെയും ട്രാൻസിനെയും. പക്ഷേ കൺഫർമേഷൻസ് എന്ന് പറയുന്നത് ദേ അറൈസസ് ഡ്യൂ ടു ഫ്രീ റൊട്ടേഷൻ, സിംഗിൾ ബോണ്ടഡ് റൊട്ടേഷൻ കാരണം പലതരത്തിലിങ്ങനെ അറേഞ്ച്മെൻറ്റ് വരുന്നതിനെയാണ് നമ്മൾ കൺഫർമേഷൻസ് എന്ന് പറയുന്നത്. സോ ബ്യൂട്ടൈൻ CH3 CH2 CH2 CH3. അതിന് ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുലയിൽ എഴുതുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു കാർബൺ നോക്കൂ, ഇതാണ് ഈ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ആ കാർബണിൽ ഏതൊക്കെ ഗ്രൂപ്പാണ് ഉള്ളത്? ഒരു CH3 2 ഹൈഡ്രജൻ, അതാണ് ഈ ഒരു CH3 2 ഹൈഡ്രജൻ. ഇത് നമ്മൾ ഈ പറഞ്ഞ കാർബണിനെയാണ് ഈ റൗണ്ടായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിലേതൊക്കെ ഗ്രൂപ്പാണ് ഉള്ളത്? ഒരു CH3 2 ഹൈഡ്രജൻ, ഇതാണ് CH3 2 ഹൈഡ്രജൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിൽക്കാം. പിന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ നോക്കൂ, ഈ ഗ്രൂപ്പ് ഇങ്ങനെ മാറില്ലേ, ഒരാളെ കോൺസ്റ്റൻ്റ് ആക്കി മറ്റേനെ ഇങ്ങനെ തിരിക്കുമ്പോൾ ഇതിങ്ങനെ മാറി നിൽക്കുക. അപ്പോൾ കുറേ കൺഫർമേഷൻസ് പോസിബിളാണ്. അത് നമ്മൾ എടുത്തിരിക്കുന്നത് പ്രധാനപ്പെട്ട 2 കൺഫർമേഷൻസാണ്. ഈ ഒരു കൺഫർമേഷനെ നമ്മൾ ഫുള്ളി എക്ലിപ്സ്ഡ് കൺഫർമേഷൻ എന്ന് പറയും. ഇതിനെ നമ്മൾ ആൻറ്റി സ്റ്റാഗേർഡ് കൺഫർമേഷൻസ് എന്നാണ് പറയുന്നത്. എക്ലിപ്സ്ഡ് എന്ന് പറയുമ്പോൾ ബൾക്കി ഗ്രൂപ്പ്സ്
അടുത്തടുത്ത് വരും, അവിടെ ക്രൗഡിങ് വരും. സ്റ്റാഗേർഡ് എന്ന് പറയുന്നത് ബൾക്കി ഗ്രൂപ്പ് അകലെ നിൽക്കുന്ന പൊസിഷനെയാണ് സ്റ്റാഗേർഡ് എന്ന് പറയുന്നത്. അടുത്ത് നിൽക്കുന്നതിനെയാണ് നമ്മൾ എക്ലിപ്സ്ഡ് എന്ന് പറയുന്നത്. ഫുള്ളി എക്ലിപ്സ്ഡ് എന്ന് പറഞ്ഞു വെച്ചാൽ ബൾക്കി ഗ്രൂപ്പ്സ് ഏറ്റവും അടുത്ത്. ആൻറ്റി സ്റ്റാഗേർഡ് എന്ന് പറഞ്ഞു വെച്ചാൽ ബൾക്കി ഗ്രൂപ്പ്സ് ഫോർത്തസ്റ്റ് ആയിട്ട് നിൽക്കുന്ന പൊസിഷൻസ്. അപ്പോൾ ഈ രണ്ട് കൺഫർമേഷൻസ്, ഇതല്ലാതെ കുറേ കൺഫർമേഷൻസ് പോസിബിളാണ്. നമ്മളിത് രണ്ടും എടുത്തുവെന്നേ ഉള്ളൂ, ഫുള്ളി എക്ലിപ്സ്ഡ് ആൻഡ് ആൻറ്റി സ്റ്റാഗേർഡ്. ബിക്കോസ് ഇവരാണ് എക്സ്ട്രീമിൽ നിൽക്കുന്നത് സ്റ്റെബിലിറ്റിയിൽ. എന്നാൽ പറയൂ, ആരായിരിക്കും കൂടുതൽ സ്റ്റേബിൾ? ഇത് എക്ലിപ്സ്ഡ് എന്ന് പറയുമ്പോൾ ഈ ബൾക്കി ഗ്രൂപ്പ്സ് സെയിം സൈഡാണ്. അപ്പോൾ ഇവിടെ റിപ്പൾഷൻ, ക്രൗഡിങ് വരും, റിപ്പൾഷൻ വരും. ഹിയർ ദ ബൾക്കി ഗ്രൂപ്പ്സ് ആർ ഓൺ ഓപ്പോസിറ്റ്, ഫോർദസ്റ്റ് ആയിട്ടാണ്. ഈ ഒരു ഗ്രൂപ്പ് മുകളിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഏകദേശം താഴെയായിട്ടാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ റിപ്പൾഷൻ കുറയും. അപ്പോൾ ആരായിരിക്കും കൂടുതൽ സ്റ്റേബിൾ? ആൻറ്റി സ്റ്റാഗേർഡ് ഈസ് മോർ സ്റ്റേബിൾ ദാൻ ഫുള്ളി എക്ലിപ്സ്ഡ്. വൈ? In anti-staggered, the bulky groups are farthest away, and in fully eclipsed, they are close each other and there is crowding. ഇവിടെ നല്ല ക്രൗഡിങ് വരും, ഇപ്പോൾ റിപ്പൾഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ മോളിക്യൂൾ ലെസ് സ്റ്റേബിൾ ആയിരിക്കും. ഇവിടെ ദ ബൾക്കി ഗ്രൂപ്പ്സ് വളരെ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത് അല്ലേ. സോ ദർ ഈസ് ലെസ് ക്രൗഡിങ് ആൻഡ് സോ ആൻറ്റി സ്റ്റാഗേർഡ് കൺഫർമേഷൻ ഓഫ് ബ്യൂട്ടൈൻ ഈസ് മോർ സ്റ്റേബിൾ ദാൻ ഫുള്ളി എക്ലിപ്സ്ഡ്. അപ്പോൾ നമ്മൾ സ്റ്റെറിക് എഫക്റ്റിന് സ്റ്റെബിലിറ്റി ആയിട്ടുള്ള റിലേഷൻ പറയാൻ വേണ്ടി രണ്ട് എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. സിസ് ബ്യൂട്ടീൻ, ട്രാൻസ് ബ്യൂട്ടീൻ. Cis butene is less stable than trans. Why? Here bulky groups are on same side. Then conformations of butane നോക്കി, fully eclipsed and anti-staggered. Fully eclipsed, the bulky groups are on same side, so high repulsion, that is crowding, so it is less stable when compared to anti-staggered butane. So we learned the influence of steric effect on the stability. Next we can check the effect on properties of molecules. Moleculesന്റെ പ്രോപ്പർട്ടിയും ഈ steric effectും നമ്മൾ എന്താ ബന്ധമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. അമോണിയ NH3 നമുക്കറിയാം, ഇറ്റ് ഈസ് എ ബേസ്. അമോണിയ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ബേസ് ആണ് അല്ലേ. വൈ ഇറ്റ് ഈസ് ബേസ്? ഇറ്റ്സ് എ ബേസ് ഡ്യൂ ടു ദി ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ്. According to Lewis concept, acids are electron pair acceptors. Acids എന്ന് പറയുന്നത് ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നവരാണ്. Bases are electron pair donors. ബേസ് എന്താ ചെയ്യുക? ഇലക്ട്രോണിനെ കൊടുക്കുന്നവരാണ്. ആസിഡ്സ് ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ അമോണിയയിൽ നമുക്കറിയാം രണ്ട് ലോൺ പെയേഴ്സ് ഉണ്ട്. ഈ ലോൺ പെയേഴ്സ് ഫ്രീ ആയി നിൽക്കുന്നവർ. ലോൺ പെയേഴ്സ് എന്ന് പറഞ്ഞാൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാതെ നിൽക്കുന്നവരല്ലേ. അവർ ഫ്രീ ആണ്, അവർക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാനൊക്കെ പറ്റും. സോ ഇലക്ട്രോൺ പെയർ ഡോണേഴ്സിനെയാണ് നമ്മൾ ബേസ് എന്ന് പറയുന്നത്. സോ NH3 ഈസ് എ ബേസ്. വൈ? ഇറ്റ് ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ലോൺ പെയേഴ്സ്. ഇനി എങ്ങനെയാണ് നമ്മളതിൻ്റെ ബേസിസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക? അമോണിയ ആസിഡ് എന്ന് പറഞ്ഞാൽ H+ അയോൺ ഡോണേഴ്സാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. H+ഉമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് NH4+ ആയി മാറും. അതായത് ഈ ലോൺ പെയേഴ്സിൽ ഇത് ഹൈഡ്രജന് കൊടുക്കുക ചെയ്യുന്നത്. അങ്ങനെ NH4+ ആയിട്ട് നിൽക്കും. അല്ല, നൈട്രജനാണ് ആക്ച്വലി പോസിറ്റീവ് ചാർജ്. നമ്മളിവിടെ ഹൈഡ്രജൻ എഴുതുന്നേ ഉള്ളൂ. ഓക്കെ, അതായത് ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഓൾറെഡി ആദ്യം നൈട്രജൻ്റെ ആയിരുന്നു ഈ 2 ഇലക്ട്രോൺ. ഇപ്പോൾ അത് ഹൈഡ്രജനുമായിട്ടൊരു ബോണ്ട് ഫോം ചെയ്തപ്പോൾ ഇപ്പോൾ നെറ്റ് എഫക്റ്റ് നൈട്രജൻ 1 വരുന്നുള്ളൂ. അതുകൊണ്ടാണ് N+ ഇവിടെ വരുന്നത്. ഹൈഡ്രജന് ഒരു ഇലക്ട്രോൺ കിട്ടി, അപ്പോൾ അത് HH ആയിരിക്കും. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ NH4+ എന്ന് എഴുതും. ആക്ച്വലി ഇങ്ങനെയാണ്, NH4+. നൈട്രജനാണ് പോസിറ്റീവ് ചാർജ് വരുന്നത്. സോ ദാറ്റ് ഈസ് ദ ബേസിറ്റി ഓഫ് അമോണിയ. അമോണിയ ഒരു ബേസാണ് ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോൺ പെയർ ഡോണർ. ഇലക്ട്രോൺ പെയേഴ്സിനെ അത് ഡൊണേറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഇതൊരു ഇൻഓർഗാനിക് കോമ്പൗണ്ടാണ്. ഓർഗാനിക് ഡെറിവേറ്റീവ്സ് ഉണ്ട്. അതായത് NH ഉള്ള ഗ്രൂപ്പുകളെ നമ്മൾ അമീൻസ് എന്ന് പറയും. ഓർഗാനിക് കോമ്പൗണ്ട്സിനെ നമ്മൾ അമീൻസ് എന്നാണ് പറയുക. അതായത് ഫങ്ഷണൽ ഗ്രൂപ്പ് NH2 അല്ലേ. NH2 ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളവരെ നമ്മൾ അമീൻസ് എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. അമീൻസ് നോക്കി നോക്കാം. അമീൻസ് പറയുമ്പോൾ NH3 അല്ലേ, ഇതാണൊരു പാരൻ്റ് മോളിക്യൂൾ. അതിൽ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് നമ്മളൊരു മീത്തൈൽ ഗ്രൂപ്പ് വരും. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? CH3NH2 ഇങ്ങനെയല്ല എഴുതുക. CS, അതായത് ഒരു ഹൈഡ്രജനെ മാറ്റുമേ. സോ ഇതിൻ്റെ പേര് മീത്തൈൽ അമീൻ. ഇതിൻ്റെ പേരാണ് മീത്തൈൽ അമീൻ. ഓക്കെ, ഇനി നമ്മൾ ഈ ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ CH3 കൊണ്ടുവരുമോ വിചാരിക്കും. അപ്പോൾ നമ്മൾ എന്താ പറയുക? CH3 ആ നൈട്രജനുള്ള ഒരു ഹൈഡ്രജനെ കൂടി മാറ്റി ബാക്കി ഒരു HA വരുന്നുള്ളൂ അല്ലേ. CH3NH, അല്ലെങ്കിൽ നമുക്ക് സിംപ്ലി അതിനെ എങ്ങനെ എഴുതാം? CH3 2NH. അപ്പോൾ ഇയാളെ പേരെന്തായിരിക്കും? ഇത് മീത്തൈലാമീൻ ആണെങ്കിൽ ദിസ് ഈസ്
ഡൈമീഥൈൽ അമീൻ. എന്നാലോ ഈ ഹൈഡ്രജനെ നമുക്ക് മാറ്റാം. ഓക്കെ, സോ വി ഹാവ് CH3N CH3CH3H. okay, so this is trimethyl amine. ഇതെല്ലാം അമീൻസ് ആണ്. methylamine, dimethylamine, trimethyl. Okay, now we want to compare the basicity. Basicity compare ചെയ്യണം നമുക്ക്. methylamine ആണോ dimethylamine ആണോ trimethylamine ആണോ മോർ ബേസിക് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ബേസിസിറ്റിയെ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ്? ഈ നൈട്രജനുള്ള ലോൺ പെയേഴ്സ് ആണ് അല്ലേ. അപ്പോൾ ആരെങ്കിലും ലോൺ പെയേഴ്സിന് ഇഷ്ടമുള്ള ഒരാൾ വരികയാണെങ്കിൽ നൈട്രജൻ അത് കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ നമ്മൾ അസിഡിറ്റി ഒക്കെ അവിടെ പഠിച്ചില്ലേ? എഫക്റ്റ് ഓഫ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ഓൺ +I ആൻഡ് -I എഫക്റ്റ് ഓൺ അസിഡിറ്റി നമ്മൾ പഠിച്ചു അല്ലേ. അതായത് -I ഗ്രൂപ്പ്സ് വരികയാണെങ്കിൽ മോർ അസിഡിക്. -I എന്ന് പറയുന്നതാണ് ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യുന്നവരാണ് അല്ലേ. ഇലക്ട്രോൺ വിഡ്രോ ചെയ്യുന്നവരാകുമ്പോൾ അസിഡിറ്റി കൂടും. +I എഫക്റ്റ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അസിഡിറ്റി കുറയും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബേസിൻ്റെ കാര്യത്തിൽ. +I ഗ്രൂപ്പുള്ളവർ ബേസിക് ഗ്രൂപ്പിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ +I ഗ്രൂപ്പിൻ്റെ എഫക്റ്റ് എന്താണ്? ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ നൈട്രജനുമായിട്ട് ഒരു +I ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്താൽ ആ ഗ്രൂപ്പ് നൈട്രജൻ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ നൈട്രജന് ഒരു പ്രശ്നമില്ല ഈ ഇലക്ട്രോണിനെ കൊടുക്കാൻ അല്ലേ. സോ നൈട്രജനിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുമ്പോൾ ഇറ്റ് ക്യാൻ ഈസിലി ഡൊണേറ്റ് ഇറ്റ്സ് ലോൺ പെയേഴ്സ് ഇലക്ട്രോൺ. സോ +I ഗ്രൂപ്പ് കാണിക്കുന്നവർ നൈട്രജൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ബേസിസിറ്റി കൂടും. അങ്ങനെയുള്ളൊരു ഗ്രൂപ്പാണ് മീഥൈൽ ഗ്രൂപ്പ് അല്ലേ. മീഥൈൽ ഗ്രൂപ്പിൻ്റെ എഫക്റ്റ് എന്താണ്? +I എഫക്റ്റ്. ഹാലജൻസ്, ക്ലോറിൻ, ബ്രോമിൻ അതിനൊക്കെയാണ് -I എഫക്റ്റ്. അപ്പോൾ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഇതാ നോക്കൂ, നൈട്രജൻ്റെ അടുത്ത് വന്നു. ഈ മീഥൈൽ ഗ്രൂപ്പ് ഇലക്ട്രോണിനെ ഇങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ നൈട്രജന് നന്നായിട്ട് ആ ഇലക്ട്രോണിനെ കൊടുക്കാൻ പറ്റും അല്ലേ. ഇലക്ട്രോൺ ആർ ഫ്രീ. ഇവിടെ വരുമ്പോഴോ 2 മീഥൈൽ ഗ്രൂപ്പ് അവൈലബിൾ ആണ് കൊടുക്കാൻ. അപ്പോൾ കൂടുതൽ ബേസിസിറ്റിക് ആവും. ഇവിടെയോ 3 മീഥൈൽ ഗ്രൂപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ മോർ ബേസിക്. അപ്പോൾ നമ്മൾ ഒരു ഇൻഡക്റ്റീവ് എഫക്റ്റ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ബേസിസിറ്റി പറയുക? ദിസ് ഈസ് മോർ ബേസിക് ദാൻ ദിസ്. വൈ? ഇവിടെ 3 +I എഫക്റ്റുള്ള ഗ്രൂപ്പുകളുണ്ട്. ഇവിടെ 2 ഉണ്ട്. ഇവിടെ 1 ഉള്ളൂ. ഓക്കെ, അപ്പോൾ +I എഫക്റ്റുള്ള ഗ്രൂപ്പുകളെ പറഞ്ഞാൽ ഇവർ ഇലക്ട്രോണിനെ ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ ഈ നൈട്രജൻ അതിൻ്റെ ലോൺ പെയറിനെ കൊടുക്കും. സോ നമ്മൾ ചിന്തിക്കുന്നത് ഇതായിരിക്കണം മോർ ബേസിക് എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ ഈ കേസിൽ നമ്മൾ അക്വസ് സൊല്യൂഷനിലുള്ള ബേസിസിറ്റിയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് വിചാരിച്ചോളൂ. അക്വസ് സൊല്യൂഷനിലാണ് ബേസിസിറ്റി മെഷർ ചെയ്യുന്നത്. അക്വസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ വാട്ടർ ഉണ്ടായിരിക്കും അല്ലേ, H2O. അതിലുള്ള H+ ആണ് ഈ അമീൻസിൻ്റെ അടുത്തേക്ക് വരിക. ആസിഡ് അമീൻസിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാലാണ് അവിടെ അതിൻ്റെ ബേസിസിറ്റി കാണിക്കുന്നത്. അപ്പോൾ H+ ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നൈട്രജൻ കൊടുക്കും. അപ്പോൾ ഇതിനെ നമ്മൾ ബേസ് എന്ന് പറയും. H+ ഇതിൻ്റെ അടുത്ത് വരുമ്പോൾ ഈ ഇലക്ട്രോണിനെ കൊടുക്കും. അപ്പോൾ ഇതിനെ ബേസ് എന്ന് പറയും. അപ്പോൾ H+ ഇതിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആ ബോണ്ടിങ് നടക്കുമ്പോഴാണ് അതിൻ്റെ ബേസിസിറ്റി നമ്മൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമ്മൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് മാത്രം നോക്കിയാൽ പോരാ, സ്റ്റെറിക് എഫക്റ്റ് കൂടി നോക്കിയിട്ടാണ് ബേസിസിറ്റി പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് മാത്രം നോക്കുകയാണെങ്കിൽ നമ്മൾ പറയും ട്രൈമീഥൈൽ അനിലിൻ ഈസ് മോർ സ്റ്റേബിൾ എന്ന് പറയും. കാരണം 3 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ആയിട്ട്. സോ നൈട്രജനിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും, മോർ ബേസിക് ആവും. ബട്ട് വി വാണ്ട് ടു കൺസിഡർ ദ സ്റ്റെറിക് എഫക്റ്റ് ഓൾസോ. അതായത് ഈ ബേസസ് അതിൻ്റെ ബേസിസിറ്റി ആക്റ്റീവ് ആവുന്നത് H+ ഇതിനെ അപ്രോച്ച് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഇൻഡക്റ്റീവ് എഫക്റ്റും സ്റ്റെറിക് എഫക്റ്റും നോക്കിയിട്ടാണ് നമ്മൾ ആരാണ് കൂടുതൽ ബേസിക് എന്ന് പറയുന്നത്. സോ അക്വസ് സൊല്യൂഷനിൽ നമുക്കറിയാം H+ അയോൺസ് ഉണ്ടായിരിക്കും. ആ H+ അയോൺസ് ഇവരുടെ അടുത്തേക്ക് വരുമ്പോഴാണ് ബേസിസിറ്റി കാണിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ മീഥൈൽ അമീനും ഡൈമീഥൈൽ അമീനും കൺസിഡർ ചെയ്യാം. മീഥൈൽ അമീനേക്കാൾ കൂടുതൽ സ്ട്രോങ് തന്നെയാണ് ഡൈമീഥൈൽ അമീൻ. കാരണം 2 ഗ്രൂപ്പുകളുണ്ട് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാൻ അല്ലേ. ഓക്കെ, അപ്പോൾ നോ ഡൗട്ട് ഡൈമീഥൈൽ അമീൻ CH3 twice NH is more basic than methylamine. ഓക്കെ, കാരണം ഇവിടെ സ്റ്റെറിക് ഇൻഫ്ലുവൻസ് അത്ര വരുന്നില്ല, കാരണം കുറച്ച് ഇതായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ വലിയൊരു പ്രശ്നം സ്റ്റെറിക് എഫക്റ്റ് ഇതിനെ ബാധിക്കുന്നില്ല. പക്ഷേ ഇവിടെ നോക്കൂ, ട്രൈമീഥൈൽ അമീൻ വരുമ്പോൾ ഇതിൻ്റെ 3 ഭാഗത്തും മീഥൈൽ ബൾക്കി ആയിട്ടുള്ള മീഥൈൽ ഗ്രൂപ്പ്സ് വരുമ്പോൾ H+നെ ഇതിനെ അപ്രോച്ച് ചെയ്യാനുള്ള കഴിവ് കുറവാണ്. അതായത് H+നെ ഇവിടെ നൈട്രജനെ അറ്റാക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി കുറയാണ്. കാരണം ക്രൗഡിങ് എഫക്റ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ H+ ഇവിടെ വന്ന് അപ്രോച്ച് ചെയ്താൽ മാത്രമാണ് ആ ബേസിസിറ്റി കാണിക്കുന്നത്. അപ്പം 3 methyl groups ഉണ്ടെങ്കിൽ പോലും due to the steric effect this trimethyl amine is less basic than methylamine. So the order is like this: CH3 thrice
CH3 thrice N, H ഇല്ല കേട്ടോ ഇവിടെ. ഓക്കെ, CH3 thrice N, trimethylamine. So the order of basicity is dimethylamine ആണ് more basic, then methylamine, then trimethylamine. ഒന്നുകൂടി പറഞ്ഞു തരാം. അമീൻ്റെ ബേസിസിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത് ഇലക്ട്രോൺ പെയേഴ്സ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ പ്ലസ് ഐ എഫക്റ്റുള്ള ഗ്രൂപ്പുകൾ വന്നു കഴിഞ്ഞാൽ മോർ ബേസിക് ആവണം. അതുകൊണ്ട് മീത്തൈലാമീനേക്കാൾ കൂടുതൽ ബേസിക് ആണ് ഡൈമീത്തൈലാമീൻ. പക്ഷേ നമ്മൾ അതിനേക്കാൾ കൂടുതലാണ് ഇതെന്ന് വിചാരിച്ചത്. പക്ഷേ ഹിയർ 3 ബൾക്കി ആയിട്ടുള്ള മീത്തൈൽ ഗ്രൂപ്പ് വരുന്നത് കൊണ്ട് H+നെ ഇതിന് അപ്രോച്ച് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി, സ്റ്റെറിക് ഹിൻഡ്രൻസ് കാരണം H+നെ ഇവിടെ അറ്റാക്ക് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി ഉണ്ട്. സോ ട്രൈമീത്തൈലാമീൻ ആണ് ലീസ്റ്റ് ബേസിക്. സോ ദിസ് ഇസ് ദ ഓർഡർ ഓഫ് അസിഡിറ്റി ഇൻ അക്വസ്. അത് പ്രത്യേകം പറയുന്നുണ്ട്. കാരണം അക്വസ് സൊല്യൂഷനിൽ വരുമ്പോൾ ഒരു സ്റ്റെബിലിറ്റി കൂടിയുണ്ട്. അതായത് നൈട്രജൻ NCH3 അത് സോൾവേഷൻ നടക്കും. സോൾവേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ മോളിക്യൂൾ ഇതിനെ ഇങ്ങോട്ട് പൊതിയും. ഓക്കെ, സോൾവേഷൻ എന്ന് പറഞ്ഞാൽ സോൾവെൻ്റ് ഇതിനെ ചുറ്റി നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സപ്പോസ് ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്ത് വിചാരിക്കും, ഇവിടെ ഒരു പ്ലസ് ചാർജ് വരും. അപ്പോൾ OH, വാട്ടറിലുള്ള OH- ഇതിനെ സറൗണ്ട് ചെയ്ത് നിൽക്കും. പക്ഷേ ഇവിടെ സോൾവേഷൻ എഫക്റ്റ് കുറവായിരിക്കും, കാരണം ഈ സ്റ്റെറിക് ഹിൻഡ്രൻസ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെബിലൈസേഷനും കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ സോൾവെൻ്റ് എഫക്റ്റിനെ, സോൾവേഷനെയും ഇത് ബാധിക്കുന്നുണ്ട്. ഈ സ്റ്റെറിക് എഫക്റ്റ് കാരണം ഹൈഡ്രജൻ്റെ അപ്രോച്ചിനെയും ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ട്രൈമീത്തൈലാമീൻ ഈസ് ലെസ് ബേസിക് ദാൻ ദിസ് ആൻഡ് ദിസ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പ്രോപ്പർട്ടിയെ പറയുന്ന കാര്യമാണ്. വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് സ്റ്റെറിക് എഫക്റ്റ് ഓൺ പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ അനിലിൻ അതിൻ്റെ ഡെറിവേറ്റീവ്സ് ഒക്കെ എടുത്തു. മീത്തൈലാമീൻ, ഡൈമീത്തൈലാമീൻ, ട്രൈമീത്തൈലാമീൻ. ബേസിസിറ്റിയെ ഡിറ്റർമിൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഇൻഡക്റ്റീവ് എഫക്റ്റും സ്റ്റെറിക് എഫക്റ്റും. സോ ഇൻഡക്റ്റീവ് എഫക്റ്റ് വരുമ്പോൾ നമ്മൾ ഓർഡർ വിചാരിക്കുന്നത് ഇങ്ങനെയാണല്ലോ, ഇത് ഹൈ, ഇതിങ്ങനെ. പക്ഷെ അത് മാത്രമല്ല, നമ്മൾ സ്റ്റെറിക് എഫക്റ്റ് കൂടി നോക്കണം. ഇവിടെ ക്രൗഡിങ് ഗ്രൂപ്പ് ഉണ്ടായത് കാരണം ഹൈഡ്രജനെ ഇതിന് H+ അയോണിനെ അപ്രോച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. സോ ഇതാണ് മോസ്റ്റ് ഇവിടെ വരുന്നത്. പിന്നെ മീത്തൈലാമീൻ ഏറ്റവും കൂടുതൽ ബേസിക്, ഡൈമീത്തൈലാമീൻ അക്വസ് സൊല്യൂഷൻ. വേറെ രീതിയിലും പറയാം നമുക്ക് സോൾവേഷൻ. സോൾവേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ വാട്ടറിലുള്ള അയോൺസ് ഇതിനെ വന്ന് പൊതിയുക അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ക്രൗഡിങ് എഫക്റ്റ് കാരണം സോൾവേഷൻ പോലുള്ള സ്റ്റെബിലിറ്റിയും ഇതിനുണ്ടാവുന്നില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ റീസൺ trimethylamine is less basic when compared to other two. Let us check effect of steric hindrance, steric effect on acidity. Acidity എങ്ങനെ ഇത് ബാധിക്കുന്നു നോക്കാം. നമുക്കറിയാം ബെൻസോയിക് ആസിഡ് C6H5COOH. അപ്പോൾ അതിൽ H+ റിലീസ് ചെയ്താൽ C6H5CO-. അപ്പോൾ ഇത് ആസിഡാണ് അല്ലേ. H+നെ കൊടുക്കുന്നവരെല്ലാം ആസിഡാണ്, ബെൻസോയിക് ആസിഡ്. ഇത് നമുക്കറിയാം ഇത് മൈനസ് ചാർജാണ്, റെസൊണൻസ് എഫക്റ്റ് ഉണ്ട്, സ്റ്റേബിളാണിത്. അതുകൊണ്ടൊക്കെ തന്നെ ബെൻസോയിക് ആസിഡ് സ്റ്റേബിളാണ്. ബെൻസോയിക് ആസിഡ് നല്ലൊരു ആസിഡാണ്. ഇത് ബെൻസോയിക് ആസിഡ്. എന്നാൽ വേറെ ബെൻസോയിക് ആസിഡിൻ്റെ ഒരു ഡെറിവേറ്റീവ് നോക്കൂ. ഈ ഗ്രൂപ്പ് CH3 ഈ ഗ്രൂപ്പിനെ നമ്മൾ ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് എന്നാണ് പറയുക. ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് 4 കാർബണാണ്, പക്ഷെ അത് ഐസോമറായി നിൽക്കുന്നു, ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ്. അങ്ങനെ സെക്കൻഡ് പൊസിഷനിലും 6th പൊസിഷനിലും എന്താണ് 1 2 3 4 5 6 വരെ. അപ്പോൾ സെക്കൻഡ് പൊസിഷനിലും 6th പൊസിഷനിലും ഏത് ഗ്രൂപ്പാണ് ഉള്ളത്? ടെർഷ്യറി ബ്യൂട്ടൈൽ. അപ്പോൾ 2 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇയാളെ നമ്മൾ വിളിക്കുന്ന പേര് സെക്കൻഡ് പൊസിഷനിലും 6th പൊസിഷനിലും 2 എണ്ണം ഉണ്ട്. ഏത് ഗ്രൂപ്പാണ് 2 എണ്ണം ഉള്ളത്? ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ്. ടെർഷ്യറി ബ്യൂട്ടൈൽ ബെൻസോയിക് ആസിഡ് എന്ന് പറയും. സോ 2,6-ഡൈ ടെർഷ്യറി ബ്യൂട്ടൈൽ ബെൻസോയിക് ആസിഡ്. ഇതും ആസിഡ് തന്നെയാണ്, കാരണം H+നെ കൊടുക്കാൻ കഴിയും. സോ CH3CO- പ്ലസ് H+. ഇപ്പോൾ ഇവിടെ ഒരു മൈനസ് ചാർജ് ഉണ്ട്. അതിൻ്റെ അടുത്ത് നോക്കൂ, ബൾക്കി ആയിട്ടുള്ള ഈ 2 ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇലക്ട്രോൺ റിപ്പൾഷൻ വരും അല്ലേ. സോ ഇലക്ട്രോൺ റിപ്പൾഷൻ വരുന്നത് കൊണ്ട് തന്നെ ഈ അയോണ് വളരെ അൺസ്റ്റേബിൾ ആവും. കാരണം ഈ മൈനസ് ചാർജും ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റിയും ബൾക്കി ഗ്രൂപ്പ് വരുന്നത് കൊണ്ട് ഇത് സ്റ്റേബിളായി മാറും. ഇവിടെ അങ്ങനെ ഒരു മൈനസ് ചാർജ് വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതിനേക്കാൾ ഇഷ്ടം അതിന് ഇങ്ങനെ നിൽക്കാനാണ്. ഇങ്ങനെ നിൽക്കാൻ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അസിഡിറ്റി എന്താണ്? കുറവാണ്. H+ ആയിട്ട് പോവില്ല അല്ലേ. അപ്പോൾ ബെൻസോയിക് ആസിഡിനെയും അതിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള 2,6-ഡൈ ടെർഷ്യറി ബ്യൂട്ടൈൽ ബെൻസോയിക് ആസിഡിനെയും കൺസിഡർ ചെയ്യുമ്പോൾ ഇതാണ് മോസ്റ്റ് സ്റ്റേബിൾ. കാരണം ഇവിടെ അങ്ങനെ ഒരു സ്റ്റെറിക് എഫക്റ്റ് ഒന്നും വരുന്നില്ല. ഇവിടെ സ്റ്റെറിക് എഫക്റ്റ് വരുന്നത് കാരണം ഇത് അൺസ്റ്റേബിളായി മാറുക ചെയ്യുക. ഇവിടെ ഒരു മൈനസ് ചാർജ് വരുന്നത് കൊണ്ട് അടുത്തടുത്ത് ഇത്രയും ഗ്രൂപ്പ് വരുമ്പോൾ അൺസ്റ്റേബിൾ ആയിരിക്കും. പ്രോഡക്റ്റ് അൺസ്റ്റേബിളാണ് പറഞ്ഞാൽ ഈ റിയാക്ഷൻ കൂടെ നടക്കാനുള്ള പോസിബിലിറ്റി കുറയും. സോ ദിസ് ഈസ് ലെസ് അസിഡിക് വെൻ കമ്പയർഡ് ടു. അപ്പോൾ നമ്മൾ സ്റ്റെറിക് എഫക്റ്റ് വെച്ചിട്ട് നമുക്ക് അസിഡിറ്റി കമ്പയർ ചെയ്യാം. നമ്മൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് വെച്ച് പറഞ്ഞു, അതുപോലെ സ്റ്റെറിക് എഫക്റ്റും അസിഡിറ്റിയെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ്.
Next we want to check the effect of, that is the influence of steric effect on reaction rate. So here we have taken esterification reaction as a model reaction. Esterification, in the esterification, ആസിഡും ആൽക്കഹോളും, ഒരു ആസിഡും ആൽക്കഹോളും കമ്പൈൻ ചെയ്യുക in the presence of a base to form, in the presence of an acid or base to form ester. That is, an acid combines with alcohol in the presence of inorganic acid to form ester. Esters form ചെയ്യുന്ന റിയാക്ഷനാണ് esterification reaction. ഈ റിയാക്ഷനിൽ നോക്കൂ, CH3COOH അല്ലേ, അതിൻ്റെ അടുത്തേക്ക് C2H5OH നമ്മൾ ആൽക്കഹോൾ വന്ന് ജോയിൻ ചെയ്യും. എന്നിട്ട് ഇവിടുന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഇവിടുന്ന് ഒരു എച്ചും ഇവിടുന്ന് ഒരു OHും പോകും. അപ്പോൾ നോക്കൂ എന്തായത്, CH3COOC2H5. അങ്ങനെയാണ് നമുക്ക് എസ്റ്ററിഫിക്കേഷൻ. ഇതിൻ്റെ OHും പോവും, ഇതിൻ്റെ Hഉം പോവും. സോ വി ഹാവ് CH3COC2, അതാണ് പ്ലസ് H2O എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷനിൽ എന്താ സംഭവിക്കുന്നത്, ആൽക്കഹോൾ വന്നിട്ട് ആസിഡിനെ അറ്റാക്ക് ചെയ്യണം, എന്നിട്ട് എസ്റ്റർ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ദിസ് ഈസ് അസറ്റിക് ആസിഡ്, എത്തനോൾ, കോൺസെൻട്രേറ്റഡ് H2SO4 പ്രസൻസിൽ എസ്റ്റർ ഉണ്ടായിരിക്കും, ഈത്തൈൽ അസറ്റേറ്റ് ഉണ്ടാവും, എസ്റ്റർ ഉണ്ടാവും. ഇത് വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു റിയാക്ഷനാണ്. ഓക്കെ, ഇനി നമ്മൾ, ഇതാണ് ആൽഫ കാർബൺ. എന്താ ആൽഫ കാർബൺ എന്ന് പറഞ്ഞു വെച്ചാൽ, COHനോട് അറ്റാച്ച് ചെയ്ത കാർബണാണ് ആൽഫ കാർബൺ അല്ലേ, ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിനോട് അറ്റാച്ച് ചെയ്ത കാർബൺ ആൽഫ കാർബൺ. ഈ ആൽഫ കാർബൺ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണ് വിചാരിക്കും, അതായത് ഈ ഹൈഡ്രജന് പകരം നമ്മൾ ബാക്കിയുള്ള ഗ്രൂപ്പുകളെയൊക്കെ ആഡ് ചെയ്യുകയാണ് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ, അതിലുള്ളൊരു ഹൈഡ്രജനെ മാറ്റി നമ്മളൊരു CH3 ഗ്രൂപ്പ് ഇട്ടു. അപ്പോൾ എന്തായിരിക്കും, CH3 ഇവിടുത്തെ CH3 അത് CH2 ആയി മാറുക, കാരണം ഈ ഹൈഡ്രജനെ മാറ്റിയിട്ടാണ് നമ്മൾ CH3 ഇട്ടത്. CH2COOH, ഇത് എത്തനോയിക് ആസിഡ്, ദിസ് ഈസ് പ്രൊപ്പനോയിക് ആസിഡ്. അപ്പോൾ പറയൂ, ഇതാണോ പെട്ടെന്ന് റിയാക്ഷൻ തരിക? അപ്പോൾ ആൽക്കഹോൾ ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഈ കാർബണും ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ, പക്ഷേ ഇതിവിടെ അറ്റാച്ച് ചെയ്യുമ്പോൾ വേറെ ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ സ്റ്റെറിക് ഹിൻഡ്രൻസ് കൂടുതൽ വന്നു. ഇനി നമ്മൾ ഈ ഹൈഡ്രജനെ മാറ്റിയിട്ട് ഒരു CH3 വരുമ്പോൾ ഇവിടെ ഒരു CH3 വരും അല്ലേ, അതും ആ ഹൈഡ്രജനെ മാറ്റിയിട്ട് ഇത് വരുമ്പോൾ ഇവിടെ ഒരു CH3 വരും. അപ്പോൾ ബൾക്കിനെസ് കൂടുമ്പോൾ, സ്റ്റെറിക് ഹിൻഡ്രൻസ് കൂടുമ്പോൾ ഇതിനുള്ള അപ്രോച്ച് കുറയുമ്പോൾ റിയാക്ഷൻ റേറ്റ് കുറയും. സോ ഇതാണ് പെട്ടെന്ന് റിയാക്ഷൻ തരിക. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആസിഡ്സ് എല്ലാം റിയാക്ഷൻ മെല്ലിയേ തരുള്ളൂ. കാരണം എന്താണ്, സ്റ്റെറിക് ഇഫക്റ്റ്, ഈ വരുന്ന റിയേജൻറ്റിനെ അറ്റാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുകയാണ്, ഈ കാർബണിൽ വേറെ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോൾ അപ്രോച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അപ്പോൾ റേറ്റ് കുറയും. ഓക്കെ, സോ നമുക്ക് അപ്പോൾ എഫക്റ്റ് ഓഫ് സ്റ്റെറിക് എഫക്റ്റ് ഓൺ റിയാക്ഷൻ റേറ്റാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അതായത് ആസിഡ്, ഇത് അസറ്റിക് ആസിഡ്, പ്രൊപ്പനോയിക് ആസിഡ്, ദെൻ വീണ്ടും ഒരു പ്രൊപ്പൈൽ ആസിഡാണത്. അപ്പോൾ ഇവിടെ വീണ്ടും CH3 ഗ്രൂപ്പ് വന്നു. ഓക്കെ, എന്നാൽ ഇനി പറയൂ, ഇതിൽ ആരായിരിക്കും കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ളത്? ഇതായിരിക്കും, കാരണം ഇവിടെ സ്റ്റെറിക് ഹിൻഡ്രൻസ് കുറവാണ് അല്ലേ. അപ്പോൾ പുള്ളിക്കാരൻ നന്നായി റിയാക്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ ഇതിനായിരിക്കും, അത് കഴിഞ്ഞാൽ ഇതിന്. കാരണം ഇവിടെ നോക്കൂ, ബൾക്കി ഗ്രൂപ്പ് വന്നു അല്ലേ ഈ കാർബണിൻ്റെ അടുത്ത്. അപ്പോൾ സ്റ്റെറിക് ഇഫക്റ്റ് വരുമ്പോൾ റിയേജൻറ്റിനെ അപ്രോച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അപ്പോൾ റിയാക്ഷൻ്റെ റേറ്റും കുറയും. സോ ദിസ് ഇസ് ദ ഓർഡർ. നൗ വി ക്യാൻ ചെക്ക് അനദർ ആസിഡ്, ബെൻസോയിക് ആസിഡിൻ്റെ എസ്റ്ററിഫിക്കേഷൻ നോക്കി നോക്കാം. ബെൻസോയിക് ആസിഡ് C2H5OH ആയിട്ട് കമ്പയർ ചെയ്തിട്ട് ഇത് ഈഥൈൽ ബെൻസോയേറ്റ് ഉണ്ടാവും, എസ്റ്റർ ഉണ്ടാവുന്നു അല്ലേ. ഈ റിയാക്ഷൻ പെട്ടെന്ന് നടക്കുന്ന റിയാക്ഷൻ തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ COHലെ ഓർത്തോ പൊസിഷനിൽ വേറെ സബ്സ്റ്റിറ്റ്യൂൻറ്റിനെ കൊണ്ടുവരിക വിചാരിച്ചോളൂ. മീഥൈൽ ഗ്രൂപ്പൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് വിചാരിച്ചോളൂ. ഓക്കെ, ഇവിടെയുണ്ട്. സോ ദിസ് ഈസ് 2,4,6 ട്രൈമീഥൈൽ ബെൻസോയിക് ആസിഡ്. അത് C2H5 വയ്ക്കുമ്പോൾ നോ റിയാക്ഷനാണ്. കാരണം എന്താണ്, ഈ C2H5ന് ഇങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ, ഈ കാർബണിനെ കാരണം ഇവിടെയൊക്കെ ബൾക്കി ആയിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ട്. സോ ഇവിടെ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെ അപ്രോച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് ക്രൗഡിങ് അല്ലേ. ക്രൗഡിങ് കാരണം അപ്രോച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റിയാക്ഷൻ പെട്ടെന്ന് നടക്കില്ല. സോ ബെൻസോയിക് ആസിഡ് ഈസ് മോർ റിയാക്റ്റീവ് ടുവാർഡ്സ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ, ബട്ട് ദിസ് മോളിക്യൂൾ വിൽ നോട്ട്. നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് സ്റ്റെറിക് എഫക്റ്റ് ഓൺ റിയാക്ഷൻ റേറ്റ് ആണ്. ബൾക്കി ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ റിയേജൻറ്റിനെ അപ്രോച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അപ്പോൾ റിയാക്ഷൻ റേറ്റ് കുറയും. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു. അതുപോലെ ഇവിടെ അതെ, ബെൻസോയിക് ആസിഡ് പെട്ടെന്ന് റിയാക്ഷൻ തരും, പക്ഷേ ഈ ബൾക്കി ഗ്രൂപ്പിൻ്റെ പ്രസൻസ് കാരണം എസ്റ്ററിഫിക്കേഷൻ നടക്കില്ല. സോ ദാറ്റ് ഈസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് സ്റ്റെറിക് എഫക്റ്റ് ഓൺ റിയാക്ഷൻ റേറ്റ്.